എൻ്റെ ഈ ഒരു 10-40 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ പറയാം, ഇവിടെ ആർക്കും ഫുട്ബോൾ നന്നാക്കണമെന്നും ആത്മാർത്ഥമായിട്ട് ചിന്തയുള്ള ആരുമില്ല. പാടാണ് റഫറിങ്, പക്ഷേ അത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നത് തന്നെയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 1.5 മണിക്കൂർ ഗ്രൗണ്ടിൽ രാജാവ്. നമുക്ക് കിട്ടാത്ത ഒന്നിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കരുത്. ഏതെങ്കിലും ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾക്കാർക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ കുഴപ്പമില്ലാത്തവർക്ക് പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം വണ്ടി ഓടണം, അതുകൊണ്ട് എനിക്കത് പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ISL അല്ലെങ്കിൽ ഈ ഡെർബിയൊക്കെ ചെയ്യാനായിട്ട് ഗ്രൗണ്ടിലേക്കൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ എൻ്റെ പേര് വിളിക്കുമായിരുന്നു. എന്നിട്ട് എന്നോടൊപ്പം സെൽഫി എടുക്കാനും ഒരു ഓട്ടോഗ്രാഫിനൊക്കെ നിന്ന സമയമുണ്ടായിരുന്നു. ഹലോ, നമസ്കാരം. ഇപ്പോഴുള്ളത് കോട്ടയം CMS കോളേജിൻ്റെ ഫുട്ബോൾ മൈതാനത്താണ്. റഫറിമാരുടെ കൂട്ടത്തിൽ നമുക്കും അഭിമാനിക്കാവുന്ന നേട്ടമുണ്ടാക്കിയ ഒരു മലയാളി ഉണ്ടായിരുന്നു കോട്ടയം സ്വദേശിയായ ശ്രീ MB സന്തോഷ് കുമാർ. സ്വാഗതം സന്തോഷ് ഏട്ടാ. നമുക്ക് ഈ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോഴേ ഒരുപാട് ഓർമ്മകളുണ്ടാവും. തീർച്ചയായിട്ടും. അതായത് ഇവിടെ കളിച്ച് വളർന്നിട്ടുണ്ട്, ഇവിടെ മത്സരം നിയന്ത്രിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലോകകപ്പ് നടക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ റോള് പക്ഷേ വ്യത്യസ്തമാണ്. കളിക്കളത്തിൽ നിന്ന് പുറത്ത് മറ്റൊരു ജീവിതം നയിക്കുകയാണ്. ജീവിതത്തിൽ മൊത്തം പറഞ്ഞാൽ ഹാപ്പിയാണ്, ഒരു പ്രശ്നങ്ങളുമില്ല. റഫറിങ് ആ ചെയ്യേണ്ട സമയത്ത് നന്നായിട്ട് എൻജോയ് ചെയ്ത് ഇഷ്ടംപോലെ കളികൾ ചെയ്തു. റഫറിങ് അത് ഒരു ഏജ് വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം. അത് കാരണം തൊഴിലേക്ക് മാറിയിരിക്കുന്നു. തൊഴിലെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓട്ടോ ഓടിക്കുകയാണ്. അതുകൊണ്ട് ആ റഫറിങ് ചെയ്യുന്ന സമയത്ത് ഓട്ടോ ഓടിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷേ ജീവിതത്തിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. നിയന്ത്രിക്കുന്ന അമ്പയർമാരായിക്കോട്ടെ, റഫറിമാരായിക്കോട്ടെ, അവരൊക്കെ ഒരു വലിയ സ്റ്റൈൽ ഓഫ് ലിവിങ്ങിൽ ആയിരിക്കും അവരുടെ റിട്ടയർമെൻറ്റിന് ശേഷമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു കാര്യം. അപ്പോൾ സന്തോഷിനെ സംബന്ധിച്ച് ഫിഫയുടെ ആ ഒരു എലൈറ്റ് പാനലിലൊക്കെ ഉണ്ടായിരുന്ന, ഇന്ത്യയിൽ നിന്നുള്ള റഫറി പാനലിൽ ഉണ്ടായിരുന്ന അംഗമാണ്, കേരളത്തിൽ നിന്നുള്ള ഏക വ്യക്തിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വളർച്ചയിലേക്ക് പോകാത്തതിൽ എപ്പോഴെങ്കിലും ഈ ഹാപ്പി എന്ന് പറയുമ്പോഴും ഒരു റിഗ്രറ്റ് തോന്നുന്നുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഒരു ഇന്ത്യൻ റഫറിക്ക് എത്താവുന്നതിൻ്റെ മാക്സിമത്തിലെത്തി, ഇതിലപ്പുറത്തേക്ക് എത്താനില്ല. കളിക്കാരനായിരുന്നു എന്ന് പറഞ്ഞല്ലോ. വലിയൊരു സ്വപ്നം പണ്ടുതൊട്ടേ ഉണ്ടായിരുന്ന ഒരു ഫുട്ബോൾ താരമാവുക എന്നുള്ളത്. അന്നത്തെ പശ്ചാത്തലത്തിൽ അത് എത്രത്തോളം സാധ്യമായിരുന്നു? പിന്നെ എങ്ങനെയാണ് ഇത് മാറി റഫറിങ്ങിലേക്ക് പോകാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? ഞാൻ കളിച്ചിരുന്ന സമയത്ത് ഞാൻ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലാ ടീമുകൾക്ക് വേണ്ടി പല ഏജ് കാറ്റഗറി കളിച്ചു. പിന്നീട് ഞാൻ അണ്ടർ 21 സ്റ്റേറ്റ് ടീമിൻ്റെ ക്യാമ്പിലുണ്ടായിരുന്നു. പിന്നെ ദക്ഷിണ മേഖല അന്തർ സർവകലാശാല മാതൃഭൂമി ട്രോഫി വിൻ ചെയ്ത MG യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ലെഫ്റ്റ് വിംഗ് ബാക്ക് പൊസിഷനിൽ കളിച്ചു. അങ്ങനെ ഒരു കളിക്കാരൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി പ്ലെയർ എന്നുള്ള ഇതിലാണ്. പിന്നീട് ഞാൻ റെഫറി ആകാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ 94-95 സമയത്ത് ഇവിടെ മാമൻ മാപ്പിള ട്രോഫി ഒരു ഇൻ്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് കോട്ടയത്ത് നടന്നു. അത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതാണ്, മുടങ്ങിക്കിടന്നു. പിന്നെ 94-95 അത് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഈ റെഫറിമാരുടെ ലൈസൺ ഓഫീസറായിരുന്നു ഞാൻ. അപ്പോൾ റെഫറിമാരുമായിട്ട് അവരെ റൂമിൽ നിന്ന് കൊണ്ടുവരണം, അവർക്ക് ഫുഡ് വേണം, ഫുഡ് കൊടുക്കണം, ചായ, വെള്ളം, അങ്ങനെ എല്ലാം കൊടുത്ത് ഇവരുടെ ശരിക്കും പറഞ്ഞാൽ റെഫറിമാരുടെ റോൾ എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കുന്ന ആ റെഫറിമാരോടുള്ളൊരു 10-15 ദിവസത്തെ ആ സഹവാസം. അപ്പോഴാണ് അത് റെഫറി ആയി കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയത്. ഉടൻ തന്നെ കോട്ടയത്തൊരു റെഫറി ടെസ്റ്റ് നടന്നു 96. ഏത് ഘട്ടത്തിലേക്കാണ്? ഏത് ടീം? അത് റെഫറി ടെസ്റ്റ് ആദ്യം നടത്തുന്ന ഒരു ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്നത്. അത് കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെയും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെയും പെർമിഷനോടുകൂടി നടത്തുന്നത്. അങ്ങനെ ആ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജില്ലാ ലെവൽ മത്സരങ്ങൾ നിയന്ത്രിക്കാനുള്ള റെഫറി അത് പറ്റത്തുള്ളൂ. അതിന് പിന്നെ അന്ന് ഞങ്ങൾ കാറ്റഗറി 3 ആണ് വരുന്നത്. 3 to 1 അങ്ങനെ കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ടാണ് പിന്നെ നാഷണൽ ലെവലിലേക്ക് എത്തുന്നത്. ഞാൻ 2004 നാഷണൽ റെഫറി ആയി. പിന്നീട് ഞാൻ കാര്യമായിട്ടൊന്നും കളികൾക്കൊന്നും പോയില്ല. ചെറിയൊരു പ്രൈവറ്റ് ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ അത് കാരണം ലീവൊക്കെ കിട്ടാൻ പാടായത് കാരണം ഞാൻ കളികൾക്കൊന്നും പോകുന്നില്ലായിരുന്നു. 2008-09 കൂടിയാണ് എന്നാൽ ഇനി രണ്ടും കൽപ്പിച്ച് കളികൾക്ക് ഇറങ്ങിയേക്കാമെന്ന് വെച്ചുകൊണ്ട് ആക്റ്റീവായിട്ട് ഇറങ്ങി. അപ്പോൾ അങ്ങനെ ഒരു 2011 ഞാൻ 2009 മുതൽ സന്തോഷ് ട്രോഫി മത്സരങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അന്നത്തെ ഏറ്റവും വലിയ മത്സരങ്ങൾ സന്തോഷ് ട്രോഫിയും NFL നാഷണൽ ഫുട്ബോൾ ലീഗ്, പിന്നീടാണ് ഐ ലീഗ് ആയിട്ട് മാറുന്നത്. അപ്പോൾ 2019 മുതൽ ഈ കളികളൊക്കെ ചെയ്ത് ആ പെർഫോമൻസിൻ്റെ ബേസിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്നെ ഫിഫ റെഫറി ആക്കി ഫിഫയിലേക്ക് എന്നെ നോമിനേറ്റ് ചെയ്യുകയായിരുന്നു. 2011 മുതൽ ഫിഫ റെഫറി ആയിരുന്നു. 2018 വരെ ഫിഫ റെഫറി പാനലിലുണ്ടായിരുന്നു. പിന്നെ 2014-15 സീസണിലാണ് ആദ്യമായിട്ട് ഇവിടെ നമ്മുടെ ISL സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സീസണിലെ ഏറ്റവും ബെസ്റ്റ് റെഫറിക്കുള്ള അവാർഡ് കിട്ടി. അങ്ങനത്തെ ഒരു അവാർഡ് വേറൊരു മലയാളിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ.
അപ്പോൾ ഈ CMS കോളേജിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോഴേ ഒരുപാട് ഓർമ്മകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളം ഓർമ്മകളുണ്ട്. കളിക്കാരൻ എന്ന നിലയിൽ ഓർമ്മകളുണ്ട്, മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുള്ള ഓർമ്മകളുണ്ട്. അപ്പോൾ നിരന്തരം ഈ ഗ്രൗണ്ട് കാണുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടല്ലോ ലൈഫിൽ. ഈ കോളേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കോട്ടയത്തിൻ്റെ ആകെയുള്ള ഒരു ഒളിമ്പ്യൻ സാലി എന്ന് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം പഴയ ഒരു ഫുട്ബോൾ പ്ലെയറായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് മെമ്മോറിയലായിട്ട് ഇവിടെ വളരെ നല്ലൊരു ഇൻ്റർ കോളേജ് ഫുട്ബോൾ ടൂർണമെൻറ്റ് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് കോട്ടയം ബെസേലിയസ് കോളേജിന് വേണ്ടിയും NSS കോളേജ് ചങ്ങനാശ്ശേരിക്ക് വേണ്ടിയും ഞാനിവിടെ കളിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ടൂർണമെൻറ്റ് പലതവണ ഇവിടെ വന്ന് ഒഫീഷ്യേറ്റ് ചെയ്തിട്ടുമുണ്ട്. പിന്നീട് ഞാൻ എൻ്റെ റെഫറിങ് കരിയറിൽ ഈ ഗ്രൗണ്ട് വളരെ നല്ല ഗ്രൗണ്ടാണ്, സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഗ്രൗണ്ടാണ്. അധികം ആൾക്കാർക്കൊന്നും ഇവർ ഗ്രൗണ്ട് പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. പക്ഷേ എന്നോടൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ എനിക്ക് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും വന്ന് കളിയില്ലാത്ത ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഗ്രൗണ്ടാണിത്. പ്രധാനപ്പെട്ട മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ സാഫ് കപ്പ് ഒഫീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. അതിനുശേഷം ISL മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ മത്സരമുണ്ട്. അതിൽ തന്നെ തോമസ് മുള്ളറും ഫിലിപ്പ് ലാമും അടങ്ങുന്ന ടീമിൻ്റെ എതിരെയുള്ള മത്സരം, ബൈച്ചുംകുട്ടിയുടെ വിരമിക്കൽ മത്സരം, ഇങ്ങനെ വലിയ വലിയ മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മളെപ്പോഴും അനൗൺസ് ചെയ്യുന്ന പോലെ അന്തിമ തീരുമാനം റഫറിയുടേതാണ് എന്നുള്ള ഒരു ബോധ്യമാണോ മനസ്സിലുണ്ടാകുന്നത്? അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഈ ബയൺ മ്യൂണിക്കിൻ്റെ മത്സരം എന്ന് വെച്ചാൽ അതൊരു ഫ്രണ്ട്ലി മാച്ച് ആയിരുന്നു. പക്ഷെ അത് കാരണം ഞങ്ങൾക്കൊന്നും വലിയൊരു ടെൻഷനോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. അന്നത്തെ ഏറ്റവും വലിയ ടീമാണ് ബയൺ മ്യൂണിക്ക്. അവർ ഇന്നിപ്പോൾ വേൾഡ് കപ്പ് കളിക്കുന്ന മാനുവൽ ന്യൂയറുണ്ട്, തോമസ് മുള്ളർ വിളിച്ചു, ഫിലിപ്പ് ലാം, ആര്യൻ റോബൻ, ടോണി ക്രൂസ്, അന്നത്തെ ഏറ്റവും ടോപ്പ് പ്ലേയേഴ്സ് ആയിരുന്നു. അവരെല്ലാം വന്ന് ഇവിടെ കളിച്ചു. അത് പക്ഷേ ഒരു നല്ല അനുഭവം തന്നെയായിരുന്നു. അവർ പക്ഷേ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് റഫറിമാരോട് ഇടപെട്ടത്. ഫ്രണ്ട്ലി മാച്ച് ആയതുകൊണ്ടായിരിക്കാം. ഏതായാലും ഇന്ത്യ എന്ന് അവിടെ 6 ഗോളിന് തോറ്റു. പക്ഷേ അതൊരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അമൂല്യമായൊരു അനുഭവമായിട്ട് മാറി. കാരണം ആ കളി ഏതാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. എന്നെ റഫറി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് വിളിക്കുന്നു, കേണൽ ഗൗതംകർ, സന്തോഷ് ഇന്ന ദിവസം ഒരു കളിയുണ്ട് ഡൽഹിയിൽ, കളി ചെയ്യണം, പൈസ ഒന്നും തരത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി പ്രൊഫഷണൽ റഫറി കോൺട്രാക്ട് ഉള്ളതാണ്. അപ്പോൾ പൈസ ഇല്ലായിരുന്നു, പൈസ ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ കളി ഏതാണെന്ന് ചോദിച്ചില്ല, ഞാൻ ചെയ്യാം, റെഡിയാണെന്ന് പറഞ്ഞു. പിന്നീടാണ് അറിയുന്നത് ഇത് ബയൺ മ്യൂണിക്ക് ഇന്ത്യയും തമ്മിലുള്ള കളിയാണെന്ന് തന്നെ ആയിരുന്നു. അതൊരു ലോട്ടറി പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. തോമസ് മുള്ളർ, അദ്ദേഹത്തിന് എന്നെക്കാൾ ഹൈറ്റ് ഉണ്ട് കേട്ടോ. പുള്ളി എന്നോട് അതുപോലെ ഒരു ഗോള് സ്കോർ ചെയ്തു, ഹെഡ് ചെയ്താണ് ഇട്ടത്. അപ്പോൾ അസിസ്റ്റന്റ് റഫറിയുടെ ഓഫ് സൈഡ് ഫ്ലാഗ് വന്നു. ഓഫ് സൈഡ് ഞാൻ പുള്ളി ചെയ്തു. ഉടനെ പുള്ളി എന്ന് ചോദിച്ചു, ഉടനെ മറ്റേ ഗ്രൗണ്ടിൽ തന്നെയുള്ള വലിയ സ്ക്രീനിൽ അതിൻ്റെ റീപ്ലൈ വന്നപ്പോൾ ഓഫ് സൈഡ് അല്ല. പക്ഷെ നമ്മൾ വാർ സിസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇന്ത്യയിലില്ല, അന്നുമില്ല ഇന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഓഫ് സൈഡ് അല്ല എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അസിസ്റ്റന്റ് റഫറിയുടെ ഫ്ലാഗ് വന്നു, ഹീ ഈസ് ദ ബെസ്റ്റ് ജഡ്ജ് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ സമ്മതിച്ചു. അങ്ങനെ അത്രേ ഉള്ളൂ. അല്ല, അതൊരു ഫ്രണ്ട്ലി ടോക്ക്, അതിലപ്പുറം വേറെ ആർഗ്യുമെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. റഫറിമാർക്ക് ഫുൾ പ്രൊട്ടക്ഷൻ. അതായത് ഒരു ഫിഫ റഫറിയുടെ വില എന്താണെന്ന് അറിയണമെങ്കിൽ വിദേശത്തേലാണ്, ഇന്ത്യയിൽ അറിയത്തില്ല. ഇന്ത്യൻ റഫറിമാർക്ക് തന്നെ അവൻ്റെ ഒരു ഫിഫ ബാഡ്ജിൻ്റെ വില അറിയണമെങ്കിൽ വിദേശ രാജ്യത്തിൽ തരണം. കാരണം ദൈവനെക്കുറിച്ച് അങ്ങനെ ഒരു അനുഭവങ്ങൾ 1-2 രാജ്യങ്ങളിൽ പോയത് കാരണം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ശരിക്കും ഇന്ത്യയിൽ ആ വിലയില്ല ഫിഫ റഫറിക്ക്. അതാണ് കാരണം നമുക്കൊരു കായിക സംസ്കാരം ഇല്ല ഇന്ത്യക്ക്. അതാണ് ഏറ്റവും മെയിൻ പ്രശ്നം. 45 വയസ്സ് വരെയാണ് ഇന്ത്യയിലെ ഒഫീഷ്യൽ റഫറിങ്ങിനുള്ള പ്രായം പറയുന്നത്. പിന്നീട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള മേഖല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് റഫറിമാരെ ഇൻസ്ട്രക്ടർ ആകാം, അല്ലെങ്കിൽ റഫറി കോച്ച് ആകാം. അങ്ങനെയുള്ള ഇത് അപ്പോഴൊക്കെ ഒരു ബാക്കപ്പ് നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോകാൻ പറ്റത്തുള്ളൂ. കാരണം റഫറിങ്ങിന് നമ്മൾ പോകുന്നു, കളി കഴിഞ്ഞു, നമുക്ക് ഉടനെ പൈസ വരുന്നു, നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നു. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്റ്റഡി ചെയ്യണം. ഈ റഫറി ആകുന്നതിനേക്കാൾ പാടാണ് റഫറി ഇൻസ്ട്രക്ടറോ കോച്ച് ആകുക എന്നുള്ളത്. നമ്മൾ കംപ്ലീറ്റ് ഇതിൻ്റെ പുറകെ ആയിരിക്കണം. ഈ ഡെഡിക്കേഷനേക്കാൾ ഉപരി നമുക്ക് വേറെ ഒന്നും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഫാമിലി ലൈഫിൽ നമുക്ക് ഏണിങ് കുറവല്ലേ, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെ അത് കാരണം പിന്നെ വെച്ചാൽ ഒരു ബാക്കപ്പ് ഉള്ളവർക്ക് പറ്റും, ഒരു ഏതെങ്കിലും ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾക്കാർക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ കുഴപ്പമില്ലാത്തവർക്ക് പറ്റും. എന്നെ സംബന്ധിച്ചോളം വണ്ടി ഓടണം, അതുകൊണ്ട് എനിക്കത് പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അതിനൊന്നുമില്ല. അങ്ങനെ പിന്നെ പല പ്രാവശ്യം AFF നിന്ന് വിളിച്ചു, തിരിച്ച് പറഞ്ഞ ഇത്ര എക്സ്പീരിയൻസ് ഒരാളുടെ, ആ എക്സ്പീരിയൻസ് ബാക്കിയുള്ള ജൂനിയേഴ്സിന് വേണ്ടി ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊക്കെ വിളിച്ചു. പക്ഷേ ഇതാണ് എൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പിന്നെ കടക്കാഞ്ഞത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ലൈഫ് ഹാപ്പിയാണ്? തീർച്ചയായിട്ടും 100%. നമുക്ക് കിട്ടാത്ത ഒന്നിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കരുത്. നമ്മൾ കിട്ടിയതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കും. ഞാൻ ഒരിക്കൽ പോലും ഒരു ഫിഫ റഫറി ആണെന്ന് വിചാരിച്ചല്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു നാഷണൽ റഫറി ആകണമെന്ന് അത് വലിയ ആഗ്രഹമായിരുന്നു. കാരണം വേറൊന്നും, ഞങ്ങൾ കോട്ടയത്തെ ആദ്യ ഒരു നാഷണൽ റഫറി മാത്യു തോമസ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. ഞങ്ങളൊക്കെ കളികൾക്ക് പോകുമ്പം
പേര് അനൗൺസ് ചെയ്യും, മാത്യു തോമസ് നാഷണൽ റഫറി. പിന്നെ ഞങ്ങളുടെ പേര് മാത്രമേ ഉള്ളൂ, നമുക്ക് വേറെ അഡ്രസ്സ് ഇല്ല. അത് അന്ന് മുതൽ ഇത് കേട്ടപ്പോൾ സ്ട്രൈക്ക് ചെയ്തതാണ് ഒരു നാഷണൽ റഫറി ആകണമെന്ന്. അനൗൺസ് ചെയ്യുമ്പോൾ നമ്മുടെ പേരിനോടൊപ്പം നാഷണൽ റഫറി എന്നൊന്ന് കേൾക്കണം എന്നുള്ളൊരാഗ്രഹം. അങ്ങനെ നാഷണലായി. പക്ഷേ ഫിഫ ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിലപ്പുറത്തേക്ക് എത്താൻ പറ്റി, ഇത്രയേറെ കളികൾ ചെയ്യാൻ പറ്റി. എന്നാ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഏഷ്യയിലെ തന്നെ ഒരു ഡെർബി എന്ന് പറഞ്ഞ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ മത്സരങ്ങളാണ്. അപ്പോൾ അത് ദൈവാനുഗ്രഹത്തിൽ ഞാൻ 11 തവണ 8 തവണ റഫറി ആയിട്ടും 3 തവണ ഫോർത്ത് ഒഫീഷ്യലായിട്ടും മത്സരം ഇതിൻ്റെ ഭാഗമായി. അതൊരു ഭാഗ്യം. എനിക്കൊന്നും ആ റെക്കോർഡ് വേറെ ആർക്കും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഒരു കളി ഒരു കാർഡ് പോലും ഇല്ലാതെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ക്ലീൻ ഷീറ്റ് അങ്ങനെയൊക്കെ പറ്റി. അത് നമ്മുടെ ഗുണമല്ല, ഈ ടീം സഹകരിക്കുന്നുണ്ട് മാത്രമല്ല. നമ്മളൊക്കെ അതിനകത്തൊരു റോൾ എന്ന് പറഞ്ഞാൽ ചെറിയ റോളുകൾ മാത്രമേ ഉള്ളൂ. ഒരു പ്ലെയർ വിചാരിച്ചാൽ മതി കളി കളവാകാനായിട്ട്. നമ്മൾ എത്ര ഒരു റഫറിക്ക് പോലും എന്നാ പറയണ്ടേ, ഒരു കളി മോശമായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലല്ലാതെ പോകുന്നത്. പക്ഷേ ചിലപ്പോൾ ഒരു തീരുമാനമാകാം, അല്ല ഒരു പ്ലെയറിൻ്റെ ഒരു പ്രവൃത്തിയാകാം. കളി മൊത്തം പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ കുറ്റങ്ങളും വരുന്ന റഫറിക്കാണ്. ഒരു മത്സരം എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം ആരാ കളി ചെയ്തേ, ആ ചോദ്യമാണ് വരുന്നത്. അത് കാരണം പാടാണ് റഫറിങ്, പക്ഷേ അത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നത് തന്നെയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 1.5 മണിക്കൂർ ഗ്രൗണ്ടിൽ രാജാവാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് വിലയൊന്നുമില്ല. പക്ഷേ 1.5 മണിക്കൂർ നമ്മൾ പറയുന്നിടത്തുള്ള കാര്യങ്ങൾ, അത് ഭയങ്കര അനുഭവം തന്നെയാണ്. റഫറിയുടെ തീരുമാനം അന്തിമമായിരിക്കും. അത് ഭയങ്കര രസമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കളി ചെയ്യാനായിട്ട് നമ്മൾ ഒരു ദിവസം മുമ്പ് തയ്യാറെടുത്താൽ പോരാ. അത് വർഷങ്ങളായിട്ടുള്ളൊരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ കളികളും കിട്ടുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ളത് നമ്മുടെ ഫിറ്റ്നസ്സാണ്. 90 മിനിറ്റ് ഓടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 സബ്സ്റ്റിറ്റ്യൂഷൻ വരെയായി ഒരു കളിയിൽ. അപ്പോൾ 10 സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട് ഒരു കളിയിൽ മൊത്തത്തോടെ. അപ്പോൾ കളിക്കാരുടെ ക്ഷീണിക്കുന്ന അനുസരിച്ച് അവർ മാറിക്കൊണ്ടിരിക്കുക. പക്ഷേ റഫറി ഒരാളേ ഉള്ളൂ, അയാൾ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ്. അതിന് ഫിഫ കുറേ ടീച്ചിങ് മെറ്റീരിയൽ ഞങ്ങൾക്ക് അയച്ചിട്ടുണ്ട് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട്. അത് ചെയ്യുക. പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങൾ, പിന്നെ മാച്ച് പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ നമുക്ക് തലേദിവസം ഒരു ഗ്രൗണ്ടിൽ ചെന്നു, ഗ്രൗണ്ടെല്ലാം ഒന്ന് നോക്കി കണ്ടു. നമുക്ക് ഓൾമോസ്റ്റ് അറിയാവുന്ന ഗ്രൗണ്ടൊക്കെ ആയിരിക്കും. പിന്നെ മാക്സിമം റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ നമ്മൾ കുറേ വീഡിയോകൾ കാണും ഈ കാർഡുകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ ആ സെയിം ഇൻസിഡൻറ്റ് നമുക്ക് കിട്ടും, ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. എങ്കിലും ചില മിസ്റ്റേക്കുകൾ പറ്റും, അത് മനുഷ്യ സഹജമാണ്. അപ്പോൾ കളിക്കാരിൽ നിന്ന് രോഷപ്രകടനം ഏറ്റുവാങ്ങിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് പാർട്ട് ഓഫ് ദി ഗെയിമാണ്. കാരണം ഒന്നാമത്തെ കാര്യം, അവർ വളരെ യങ്ങാണ്, ഒരു 20, 22 അല്ല 25 വയസ്സുള്ളവരാണ്. അവർ നന്നായിട്ട് വാമായി നിൽക്കുന്ന സമയത്ത് റഫറിയുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരാം. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്ലെയറിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഇത് മനസ്സിലാക്കണം, നമുക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന്. അപ്പോൾ ഒരിക്കലും അവനെ പ്രൊവോക്ക് ചെയ്യാൻ പാടില്ല. ഒരു സോറി പറഞ്ഞാൽ തീരും. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. ചിലത് ഒരു സോറി, ഓക്കെ, പിന്നെ ആ പ്ലെയർ നമ്മുടെ ഒപ്പം നിൽക്കും. അപ്പോൾ നമ്മുടെ റഫറിമാർ നമ്മൾ അങ്ങനെ സോറി പറയും, ഞാൻ ചെയ്തതാണ് ശരി, വലിയ ബ്ലണ്ടർ കാണിച്ചിട്ടിരിക്കുക, എന്നിട്ട് ഞാൻ ചെയ്തതാണ് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ റഫറിക്ക് മാച്ച് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഫുട്ബോളിലേക്ക് വരുന്ന സമയത്ത് 1990 വേൾഡ് കപ്പ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ 86 മറഡോണയുടെ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചും പിന്നീട് ചെറിയ ടി വികളിലെ വീഡിയോ ഒക്കെ കണ്ടും അങ്ങനെ അർജൻറ്റീന ആരാധകനായി. പക്ഷേ അതിനുശേഷം ആ ഒപ്പം തന്നെ കളിച്ചിരുന്ന ആൾക്കാർ മാർക്കോവൻ ബസ്റ്റൻ, റൂഡ് ഗുള്ളിറ്റ്, അപ്പോൾ അവർ റൈക്കാർഡ്, അപ്പോൾ അവരുടെ അന്ന് പോലെ ഹോളണ്ട് ഒരു ഭയങ്കര ഇഷ്ടമുള്ള ടീമാണ്. പക്ഷേ ഇവർക്ക് അന്ന് വരെ ഒരു വേൾഡ് കപ്പ് ജയിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് പോർച്ചുഗൽ ജയിക്കണമെന്നാണ്. കാരണം ഒരു നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലുള്ള ഒരു കളിക്കാരൻ ഒന്നേ ഉണ്ടാകത്തുള്ളൂ. അയാൾ കരിയറിൽ എല്ലാം അയാൾ നേടി, വേൾഡ് കപ്പ് ജയിച്ചു. അതോട് കിട്ടിയ അയാൾ പരിപൂർണ്ണനായി. മെസ്സി കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതോടുകൂടി ഓക്കെ, അയാൾക്ക് ഇനിയൊന്നും കിട്ടാനില്ല. പക്ഷേ അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ ശരിക്കും പറഞ്ഞാൽ റൊണാൾഡോ, അതായത് പോർച്ചുഗൽ ജയിക്കണം എന്നാണ് ആഗ്രഹം. നമ്മളിപ്പോൾ കറണ്ടായിട്ടുള്ള ഏറ്റവും ടോപ്പ് പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അവരേ ഉള്ളൂ. അവർക്ക് ഇനിയൊരു വേൾഡ് കപ്പ് ഇല്ല. നെയ്മർ നല്ല പ്ലെയറിനെ കുറിച്ച് മോശമായിട്ടല്ല, പക്ഷേ മെസ്സിയും റൊണാൾഡോയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നെയ്മർ അവരുടെ അടുത്തെത്തില്ല. ഈ ലോകകപ്പിൻ്റെ ഉദ്ഘാടന മത്സരം തന്നെ വലിയ സംഭവബഹുലമായിരുന്നു. മറ്റൊന്നുമല്ല, 3 പേര് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോയൊരു മത്സരമാണ് ഈ ലോകകപ്പിൻ്റെ ഉദ്ഘാടന മത്സരം. മെക്സിക്കോ
സൗത്ത് ആഫ്രിക്ക മത്സരം എന്ന് പറയുന്നത്. ആ ഒരു സ്പോട്ടിൽ നിങ്ങൾ എത്ര പെട്ടെന്ന് ക്വിക്കായിട്ട് ഇങ്ങനെ ഡിസിഷൻ എടുക്കാൻ കഴിയും? അല്ല, കളിക്കാർക്ക് കാർഡുകൾ, യെല്ലോ കാർഡും റെഡ് കാർഡും കൊടുക്കേണ്ട കൺസിഡറേഷൻസ് എല്ലാം കൂടെ കൃത്യമായിട്ട് നിയമത്തിൽ തന്നെ ഇത് പറയുന്നുണ്ട്. അത് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ആദ്യം റെഫറി ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അത് ഫൗളാണോ അല്ലയോ എന്നുള്ളതാണ്. ഫൗൾ ആണെങ്കിൽ അതിൻ്റെ ഏത് രീതിയിലുള്ള ഫൗളാണ്, അത് യെല്ലോ കാർഡ് കൊടുക്കണോ റെഡ് കാർഡ് കൊടുക്കണോ അതോ കാർഡില്ലാത്ത ഫൗളാണോ, ഇതെല്ലാം കാര്യങ്ങളും ഒരേ ഒരു ഫ്രാക്ഷൻ സെക്കൻഡ് ചിന്തിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പം നിയമങ്ങൾ അറിയാവുന്ന റെഫറിമാരെല്ലാം അത് കറക്റ്റായിട്ട് അത് ചെയ്യുന്നുണ്ട്. പിന്നെ മനുഷ്യ സഹജമായ മിസ്റ്റേക്കുകൾ എല്ലാവർക്കും ഉണ്ടാകും. അതൊരു കളിയിൽ എല്ലാം സംഭവിക്കാം. അല്ലാതെ അറിഞ്ഞുകൊണ്ട് ആർക്കും കാർഡ് കൊടുക്കാതിരിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഒരു താരത്തെ റെഡ് കാർഡ് കാണിച്ച് പുറത്താക്കാൻ തക്ക പെനാൽറ്റി ബോക്സിലോ പുറത്തോ ഉള്ള ഫൗള്, അത് എത്രമാത്രം ഗുരുതരമായിട്ടൊരു ഫൗളിനാണ് ഡയറക്റ്റ് റെഡ് കാർഡിലേക്ക് പോകുന്നത്? സാധാരണഗതി രണ്ട് മഞ്ഞക്കാർഡ് വന്ന ഒരു കളിയിൽ തന്നെ രണ്ടാമത്തെ മഞ്ഞക്കാർഡിനൊപ്പം തന്നെയാണ് റെഡ് കാർഡ് കൊടുക്കുന്നത്. അല്ലാത്ത റെഡ് കാർഡ് കിട്ടാവുന്ന ഇതാണ് ഡിനേയിങ് ആൻഡ് ഒബ്ബീവിയസ് ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി. ആദ്യത്തെ വേൾഡ് കപ്പിൻ്റെ ആദ്യ മത്സരത്തിൽ ഇതാണ് സംഭവിച്ചത്. ഉറപ്പായിട്ടും ഗോൾ നേടാനുള്ള ഒരു സുവർണ അവസരത്തിലേക്ക് വേണ്ട ഒരു മൂവ്, അതൊരു ഫൗളിലൂടെ പെനാൽറ്റി ഏരിയയിൽ വെളിയിൽ വെച്ച് നടന്നൊരു ഫൗളിലൂടെ ആ ഡിഫൻഡർ അത് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഡയറക്റ്റ് ഫ്രീ കിക്ക്, പെനാൽറ്റി ഏരിയയുടെ വെളിയിലായതാണ് ഡയറക്റ്റ് ഫ്രീ കിക്ക്, റെഡ് കാർഡും കൊടുത്തു. അതാണ് സംഭവിച്ചത്. അങ്ങനെ റെഡ് കാർഡ് കൊടുക്കേണ്ട കാര്യങ്ങൾ പല ലോസ് ഓഫ് നിയമത്തിൽ പറയുന്നുണ്ട്. അതിനനുസരിച്ച് മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ പെനാൽറ്റി ഏരിയയുടെ വെളിയിലായതുകൊണ്ട് റെഡ് കാർഡ് പോയി. ഒരുപക്ഷെ ഈ സെയിം ഫൗൾ പെനാൽറ്റി ഏരിയയ്ക്ക് അകത്താണെങ്കിൽ അത് യെല്ലോ കാർഡും ആകാം. പക്ഷേ ആ ഫൗള് പെനാൽറ്റി ഏരിയയ്ക്കകത്ത് ആ കളിക്കാരൻ ആ ബോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി കളിക്കാൻ ഉള്ളൊരു ശ്രമം നടത്തിയെങ്കിൽ മാത്രമേ ഉള്ളത് യെല്ലോ കാർഡ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും അത് തന്നെ റെഡ് കാർഡ് തന്നെ ആകും. പിന്നിലൂടെ ഫൗൾ ചെയ്താൽ, ഉറപ്പായ നീക്കത്തെ ഫൗൾ ചെയ്താൽ ഡയറക്റ്റ് ഫ്രീക്ക് റെഡ് കാർഡ് കൊടുക്കാന്നുള്ളത് ഇല്ല. പിന്നിലൂടെ ചെയ്യുന്ന ഫൗളിനല്ലത്. അതായത് അതാണ് ഡിനേയിങ് ആൻഡ് ഒബ്ബീവിയസ് ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അതിന് കുറേ കൺസിഡറേഷൻസ് ഉണ്ട്. അതായത് ഡിസ്റ്റൻസ് വളരെ കുറവാണ്, കാരണം എതിർ ടീമിൻ്റെ ഗോൾ പോസ്റ്റ് വളരെ അടുത്താണ്. പിന്നെ ഡയറക്ഷൻ, അത് ഗോൾ പോസ്റ്റിൻ്റെ ആ ഡയറക്ഷൻ തന്നെയാണ്. പിന്നെ ഡിഫൻഡർമാർ, നമ്പർ ഓഫ് ഡിഫൻഡേഴ്സ് നോക്കി കഴിഞ്ഞാൽ ആ ലാസ്റ്റ് ഡിഫൻഡറാണ്, ബാക്കിയുള്ള ഡിഫൻഡേഴ്സ് എല്ലാം വളരെ അകലെയാണ്. അപ്പോൾ അവർക്ക് ആർക്കും പിന്നെ രണ്ടാമത് വന്ന് ഈ ബോൾ എടുക്കാൻ നിവൃത്തിയില്ല. പിന്നെ ഈ കളിക്കാരന് ആ ബോളിൽ തന്നെ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള കുറേ കൺസിഡറേഷൻസ് നോക്കി കഴിയുമ്പോഴാണ് ഇത് ഡോക്സ് ആകുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്നല്ലെങ്കിൽ അത് യെല്ലോ കാർഡായി. മനസ്സിലായി. ഇപ്പം ഡയറക്ഷൻ നോട്ട് ടുവേർഡ്സ് ഗോൾ യെല്ലോ ആയി. ഈ ഫൗൾ ചെയ്ത ഡിഫൻഡറിന് തൊട്ട് മുമ്പ് മറ്റൊരു ഡിഫൻഡർ ഉണ്ടായിരുന്നു വെച്ചു, അപ്പോൾ അത് യെല്ലോ കാർഡായി. പിന്നെ ഈ പ്ലെയറിന് കൺട്രോളിൽ കിട്ടാൻ സാധ്യതയില്ല. ആ ഫൗൾ ചെയ്തില്ലെങ്കിൽ തന്നെ അവന് കൺട്രോൾ കിട്ടാൻ സാധ്യതയില്ല. അപ്പോഴും ഇത് യെല്ലോ കാർഡായി. അങ്ങനെ അപ്പോൾ അതിൻ്റെ ആ ഡോക്സോ മാറ്റിയിട്ട് സ്റ്റോപ്പിംഗ് എ പ്രോമിസിങ് അറ്റാക്ക് എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറി. അപ്പോൾ യെല്ലോ കാർഡും ഡയറക്റ്റ് ഫ്രീ. എന്താണ് ഓഫ് സൈഡ് നിയമം എന്ന് പറയുന്നത്? എങ്ങനെയാണ് അത് നിശ്ചയിക്കുന്നത്? ഓഫ് സൈഡ് പൊസിഷൻ എന്ന് പറയുന്നത് എതിർ ടീമിലെ 2 കളിക്കാർ മിനിമം ഉണ്ടായിരിക്കണം. എതിർ ടീമിലെ 2 കളിക്കാർക്ക് മുമ്പിലൊരു കളിക്കാരൻ, അറ്റാക്കിംഗ് പ്ലെയർ നിന്നാൽ അതാണ് ഓഫ് സൈഡ് പൊസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ബോക്സിൽ കടന്നു കയറിയാൽ ബോക്സ് എന്നല്ല, ഡിഫെൻഡിങ് ഹാഫിൽ ഡിഫെൻഡിങ് 2 കളിക്കാർ, അത് ഗോൾ കീപ്പർ ആകണമെന്നില്ല. മിനിമം 2 കളിക്കാരുടെ ഇപ്പുറം ഒരു കളിക്കാരനാണെങ്കിൽ അത് ഓഫ് സൈഡ് അല്ല, ഓഫ് സൈഡ് പൊസിഷൻ അല്ല. അതേസമയം 2 കളിക്കാരുടെ ഇടയ്ക്കായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഓഫ് സൈഡ് പൊസിഷനേ ആകുന്നുള്ളൂ. അതൊരു കുറ്റമല്ല. പക്ഷേ ആ ഓഫ് സൈഡ് പൊസിഷനിൽ നിന്ന് സ്വന്തം ടീമിലെ കളിക്കാരിൽ നിന്ന് ബോൾ വാങ്ങിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഓഫ് സൈഡ് ആകുന്നുള്ളൂ, അല്ലെങ്കിൽ ഓഫ് സൈഡ് അല്ല. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരു ഡിഫൻഡർ ഒരു പ്ലെയർ ഓഫ് സൈഡ് പൊസിഷനിൽ നിൽക്കുന്നു, ഒരു ഡിഫൻഡർ ഹെഡ് ചെയ്ത ബോൾ ഈ ഓഫ് സൈഡ് പൊസിഷനിൽ നിന്ന പ്ലെയറിന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഓഫ് സൈഡ് അല്ല. അതിനകത്ത് പറയുന്നത് ലാസ്റ്റ് പ്ലേഡ് ബൈ ഡിഫെൻഡിങ് ടീമാണ്. ലാസ്റ്റ് പ്ലേഡ് ബൈ ടീംമേറ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഓഫ് സൈഡ് പൊസിഷനിൽ നിന്ന് ഒരു കളിക്കാരൻ ആ ബോൾ എടുത്താൽ ഓഫ് സൈഡ് ആകുന്നുള്ളൂ. ഈ പെനാൽറ്റി അനുവദിക്കുന്നതിലെ സാങ്കേതികത എങ്ങനെയാണ് നിങ്ങളുടെ പെനാൽറ്റി നിശ്ചയിക്കുന്നത്? അതായത് ബോക്സിനുള്ളിലെ ഫൗള്, ബോക്സിന് പുറത്തെ ഫൗള്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു സാധാരണ ഇപ്പോൾ ഫുട്ബോൾ ഒരു പക്ഷേ ഈ ലോകകപ്പോട് കൂടി കണ്ടു തുടങ്ങുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുത്താൽ എങ്ങനെ പറയും? ഫുട്ബോളിനകത്ത് 2 തരം ഫ്രീ കിക്കുകളാണ് അവാർഡ് ചെയ്യുന്നത്. ഒന്ന് ഡയറക്റ്റ് ഫ്രീ കിക്ക്, മറ്റൊന്ന് ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക്. ഈ ഡയറക്റ്റ് ഫ്രീ കിക്ക് എന്ന് പറഞ്ഞാൽ ഒരു കളിക്കാരൻ മറ്റൊരു കളിക്കാരൻ്റെ ബോഡിയിൽ കോണ്ടാക്റ്റ് ഉണ്ടായ ഒരു ഫൗളിലൂടെ അങ്ങനെയൊക്കെ വരുന്നതാണ് ഈ ഡയറക്റ്റ് ഫ്രീ കിക്കുകൾ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ഒരു കളിക്കാരനെ സ്പിറ്റിംഗ്, അതുപോലെ തന്നെ അബ്യൂസിങ് ലാംഗ്വേജ്, ഇതൊക്കെയാണ് ഡയറക്റ്റ് ഫ്രീ കിക്ക് അലോ ചെയ്യുന്നത്.
ഇപ്പോൾ ഡയറക്റ്റ് ഫ്രീ കിക്ക് പെനാൽറ്റി ഏരിയയ്ക്കകത്താണെങ്കിൽ അത് പെനാൽറ്റി, ഓക്കെ. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം ഇൻഡയറക്റ്റ് ഫ്രീ കിക്കുകൾ. അപ്പം ഒരു കളിക്കാരൻ പെനാൽറ്റി ഏരിയയുടെ വെളിയിൽ വെച്ച് ചെയ്ത ഒരു ഫൗളിന് ഡയറക്റ്റ് ഫ്രീ കിക്ക് കൊടുക്കുന്നു. പക്ഷേ ആ സെയിം ഫൗൾ പെനാൽറ്റി ഏരിയയ്ക്ക് അകത്തായി പോയാൽ അത് പെനാൽറ്റി, അത്രയേ ഉള്ളൂ. ഇന്ത്യൻ റഫറിമാരിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ വേൾഡ് കപ്പ് ചെയ്യുന്ന റഫറിമാരെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വേതനം അതുമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു രാജ്യത്ത് ചിലപ്പോൾ ഇന്ത്യക്കുള്ളത് 6 റഫറിമാരാണ്. ഫിഫ പാനലിൽ 6 പേർക്കുള്ള സ്ലോട്ടേ ഉള്ളൂ. ഈ 6 പേർക്കും ഫിഫ റഫറി എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരാളെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർക്ക് ഫിഫ മത്സരങ്ങൾ കിട്ടണമെന്നില്ല. അത് അതിനേക്കാൾ വലിയൊരു കടമ്പയാണ്. അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു റഫറിയും 2 അസിസ്റ്റന്റ് റഫറിയും, ഒരു ട്രയോ ആണ്. ആ ട്രയോ AFCയിലെ ഏറ്റവും ഹയർ ലെവൽ മാച്ചസ് കണ്ടിന്യൂസ് ആയിട്ട് നല്ല പെർഫോമൻസ് ചെയ്തിരിക്കണം. അവരെയാണ് AFC അടുത്ത ഫിഫ വേൾഡ് കപ്പിൻ്റെ ഒരു ട്രയോയിലേക്ക് കൺസിഡർ ചെയ്യുന്നത്. വീണ്ടും ഹയർ ഒരു ടീമാണ് ഈ നിങ്ങൾ പറഞ്ഞ 3 പേരുണ്ടായിരിക്കണം. 3 പേര്, അതാണ് ഒരു ടീം. പിന്നെ സെയിം ലാംഗ്വേജ് ഉള്ള ബാക്കിയുള്ള ആൾക്കാരായിരിക്കും 4th ഒഫീഷ്യലായിട്ട് വരുന്നത്. പിന്നെ ഇപ്പോൾ വാറിലേക്കൊക്കെ വരുന്നത്. പക്ഷേ ഒരു ട്രയോ ഉണ്ടായിരിക്കണം. അത് 3ഉം ഒരു രാജ്യത്തു നിന്നുള്ള ആൾക്കാർ തന്നെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ റഫറിങ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ഇതിലേക്ക് വരാൻ പറ്റും. കാരണം അവരുടെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ ഇതിനകത്ത്. അതുകൊണ്ടാണ് ട്രയോ. ആ ട്രയോ നന്നായിട്ട് പെർഫോം ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ AFCയുടെ ഹയർ ലെവൽ മാച്ച് ചെയ്യണം. ആ AFC പിന്നെ അവരെ നോമിനേറ്റ് ചെയ്യണം, ഇവർ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഫിഫയുടെ ആൾക്കാരോട് നോക്കിയിട്ടാണ് അവരെ ആ പാനലിലേക്ക് എത്തുക. അത് ഭയങ്കര ടാസ്ക്കാണ്. പക്ഷെ പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു. പണ്ട് നമുക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ വേൾഡ് കപ്പ് ഒഫീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. വേൾഡ് കപ്പിൽ അദ്ദേഹം അസിസ്റ്റന്റ് റഫറി ആയിരുന്നു. K. ശങ്കർ, തമിഴ്നാടുകാരനാണ്. അന്നത്തെ കാലത്ത് ഈ ട്രയോ സിസ്റ്റം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസരം കിട്ടിയത്. കോളിനിയോടൊപ്പം അദ്ദേഹത്തിന് മത്സരങ്ങൾ നിയന്ത്രിക്കാൻ സാധിച്ചു. പിന്നെ ലോകത്തെ ഏറ്റവും വലിയ ഒരു റഫറി ആയിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ 45 വയസ്സ് വരെയാണ് ഒഫീഷ്യൽ റഫറിങ്ങിനുള്ള പ്രായം. അത് കഴിഞ്ഞാൽ പിന്നെ റിട്ടയർ ചെയ്യാന്ന് പറഞ്ഞു. റിട്ടയർ ചെയ്യുമ്പോൾ എല്ലാവരുടെ വിചാരം ഇഷ്ടംപോലെ പൈസ കിട്ടി, നമ്മളെ പെൻഷനൊക്കെ കിട്ടി സുഖമായിട്ട് ചെയ്യുക. ഒന്നുമില്ല. റിട്ടയർമെന്റ് മീൻസ് റഫറിങ് കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ യാതൊരു സാമ്പത്തിക നേട്ടവും അതിനകത്തില്ല. ഒന്നും കിട്ടത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു മറ്റുള്ള ഇന്ത്യയിൽ ഇപ്പോൾ കുറച്ച് റഫറിമാർ കുറിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ ജോലിയുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വരുന്ന സർവീസസിൽ നിന്നും പിന്നെ അധ്യാപകരും ഒക്കെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഓൾറെഡി അവർക്ക് ജോലിയുണ്ട്, ശമ്പളമുണ്ട്, ഇത് കഴിഞ്ഞാൽ പെൻഷനുണ്ട്. അവർക്ക് ആ ഡ്യൂട്ടിയുടെ സമയത്ത് തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റും. അല്ലാത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ AFF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇതുപോലെ പ്രൊഫഷണൽ ഫുട്ബോൾ റഫറിമാരെ തിരഞ്ഞെടുത്ത് ഇന്ത്യയിലെ ഏറ്റവും ആദ്യ പ്രൊഫഷണൽ ഫുട്ബോൾ റഫറിമാർ ഞങ്ങൾ 3 പേരിൽ ഒരാളാണ് ഞാൻ. കേരളത്തിൽ ഞാൻ മാത്രമൊന്നുണ്ടായിരുന്നു. 2011 മുതൽ 2018 വരെ പ്രൊഫഷണൽ ഫുട്ബോൾ. അത് നല്ല ഒരു സാലറി ഒക്കെ കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. പക്ഷെ അതൊരു നല്ല സിസ്റ്റമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ആകുന്ന സമയത്ത് 27,000 രൂപയായിരുന്നു മാസം. ഇപ്പോൾ അത് 80,000 രൂപ വരെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പടിപടിയായിട്ട് കയറി വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഈ എപ്പോഴും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ലോകകപ്പ് എടുക്കുമ്പോഴും ഭയങ്കര സജീവമാവുമല്ലോ. 130 കോടി ജനങ്ങളുണ്ട്. എന്നിട്ടും കുറാസോവോ പോലൊരു 1.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള രാജ്യം ലോകകപ്പ് കളിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത്. ചേട്ടനൊക്കെ കളിച്ചു തുടങ്ങിയ ആ കാലഘട്ടത്തിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്? എവിടെയാണ് മാറേണ്ടത്? സമീപനത്തിലാണോ? ആരുടെ സമീപനത്തിലാണ്? അല്ല, ശരിക്കും പറഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് മാറ്റങ്ങളുണ്ട്. ഈ ISLൻ്റെ വരവോടുകൂടി ഇന്ത്യൻ ഫുട്ബോൾ ശരിക്കും ഭയങ്കരമായിട്ട് മാറി. പക്ഷേ ഇപ്പോൾ വീണ്ടും അത് ഡൗൺ ആയിപ്പോയതിൻ്റെ കാര്യം ISLൻ്റെ തുടക്ക സമയത്തിൽ എല്ലാ ടീമിലും ഒരു ഐക്കൺ പ്ലെയർ ഉണ്ടായിരുന്നു. അത് അന്നത്തെ വേൾഡ് കപ്പ് കളിച്ച് അല്ല യൂറോപ്യൻ മത്സരങ്ങളെല്ലാം പല ക്ലബ്ബുകളിൽ കളിച്ച് കളിക്കാരെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ വന്നപ്പോൾ അവരോടൊപ്പം കളിക്കാനുള്ളൊരു അവസരം ഇന്ത്യൻ പ്ലേയേഴ്സിനുണ്ടായി. അവരുടെ കളി കാണാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ടായി. ഇപ്പോൾ അതെല്ലാം മാറി കഴിഞ്ഞിട്ട് ആ സിസ്റ്റം പാടെ മാറി. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്കിവിടെ ഈ ഒരു വേൾഡ് കപ്പ് വരുമ്പോൾ മാത്രം അല്ല ഫുട്ബോൾ വരേണ്ടത്. ഒരു 50 വർഷം മുൻകൂട്ടി നേരത്തെ ചിന്തിക്കണമായിരുന്നു നമുക്ക് എവിടെയെങ്കിലും എത്തണമെന്ന്. പല പ്രൊജക്റ്റുകൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല. പിന്നെ ഈ അധികാരത്തിൽ ഇരിക്കുന്നവർക്കൊന്നും ഇത് ഫുട്ബോൾ നന്നാക്കണമെന്നൊന്നും ഒരു ചിന്തയില്ല. എല്ലാവർക്കും സ്വയം നന്നാകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഈ ഒരു 10-40 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത്. കാരണം ഒരു 13 വയസ്സുള്ളപ്പം പന്തുകളിലേക്ക് ഇറങ്ങിയ ആളാണ്. 51 വയസ്സ് കഴിഞ്ഞു. ആ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. ഇവിടെ ആർക്കും ഫുട്ബോൾ നന്നാക്കണമെന്നും ആത്മാർത്ഥമായിട്ട് ചിന്തയുള്ള ആരുമില്ല. എല്ലാവർക്കും അവനവൻ്റെ കാര്യം നന്നാകണമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് സത്യം. പൊളിറ്റിക്കലായിട്ടുള്ള ഇടപെടലിനേക്കാൾ അതുണ്ട്. അതിനേക്കാൾ ഉപരി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഫണ്ടിങ് കാര്യങ്ങൾ ഇവിടെ ഇല്ല. ക്രിക്കറ്റിന് ഭയങ്കരമായിട്ട് പൈസ വരുന്നുണ്ട്. അതിൻ്റെ ഒരു 4-ലും നല്ലൊരു 10-ലൊന്നും പൈസ പോലും ഫുട്ബോളിലേക്ക് വരുന്നില്ല.
അപ്പോൾ ഫുട്ബോളിലേക്ക് വരാത്ത കാരണം നമ്മുടെ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് മോശമായിട്ടാണ്. പക്ഷെ അത് നമ്മൾ സ്റ്റാൻഡേർഡ് പൊക്കിക്കൊണ്ട് വരാനായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ചെറുപ്പത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ 145 കോടി ജനങ്ങളുണ്ട്. ഇവിടുന്ന് നമുക്കൊരു 20 പേരെ ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്. പക്ഷേ 20 അല്ല, 200 അല്ല, 2000 പേരും ഇവിടെ ഉണ്ട്. ക്വാളിറ്റിയുള്ള ആൾക്കാരുണ്ട്. അവരെ നമ്മുടെ ഇവിടുത്തെ ട്രെയിനിങ് സിസ്റ്റം എല്ലാം മാറണം. അവരൊരു 15 വയസ്സുള്ള 10-40 കുട്ടികളെ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി പരിശീലിപ്പിച്ചിട്ട് അവിടുത്തെ ടീമുകളുമൊക്കെ ആയിട്ട് കളിപ്പിച്ച് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇന്ത്യക്ക് വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അതിനുള്ള കളിക്കാരുണ്ട് ഇവിടെ, അതിനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ അത് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ലാഞ്ഞിട്ടാണോ അതതിന് ശ്രമിക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല. അല്ലെ പിന്നെ നമ്മൾ ഇനി വേൾഡ് കപ്പ് നടത്തുക, അല്ലാതെ നമുക്ക് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇന്ത്യൻ ടീം കളിക്കുന്ന കളിക്കാരൊന്നും അവരും പോരാ. അവർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഹോങ്കോങ്ങുമായിട്ടുള്ള മത്സരം, ഞാൻ ഇന്ത്യ ഹോങ്കോങ് മത്സരം ഞാൻ കൊച്ചിയിൽ കണ്ടതാണ്. ആ ടീമൊന്നും ഒന്നും വളരെ മോശം ടീമാണ്. അവരെല്ലാം കളഞ്ഞിട്ട് ഇനി ഇപ്പം നമ്മൾ അതേസമയം നമ്മുടെ അണ്ടർ 17, അണ്ടർ 20 ടീമുകളൊക്കെ പോയി പെർഫോം ചെയ്യുന്നുണ്ട്. ഏഷ്യൻ ടീമുകളൊക്കെ അവർ പിടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ തന്നെ നല്ല പ്രാക്ടീസ് കൊടുക്കണം. പ്രാക്ടീസ് മാത്രം പോരാ, അവർക്ക് മന്ത്ലി നല്ല ഇൻകം കൊടുക്കണം. അവർക്ക് പന്ത് കളി മാത്രം, വേറെ ഒരു ചിന്തയും വേണ്ട. പക്ഷെ അവൻ അതിനായിട്ടുള്ള പൈസ കൊടുക്കണം. അങ്ങനെ കൊടുത്ത് വിദേശത്ത് എവിടെയെങ്കിലും വിട്ട് പ്രാക്ടീസ് ചെയ്യിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഒരു ടീം ഉണ്ടായി വരത്തില്ല, നമ്മുടെ നാഷണൽ ടീം ഉണ്ടായി വരത്തില്ല. അല്ലാതെ ഉണ്ടാകത്തില്ല. ഇവിടെ കിടന്ന് ഇവരിനി അടുത്ത ഏതെങ്കിലും ഒരു വർഷം ഐ ലീഗിലേക്ക് ISL-ലേക്ക് വന്ന് അവൻ്റെ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് അങ്ങ് പോയി. അവൻ ആ പീക്ക് ലെവലിൽ തന്നെ നിന്ന് കളിക്കണം. അങ്ങനെ കളിക്കണമെങ്കിൽ ആ ഹയർ ലെവലിലുള്ള ട്രെയിനിങ് കിട്ടണം. അതേ ഒപ്പം കളിക്കുന്ന കളിക്കാരുമായിട്ട് ടീമുകളുമായിട്ട് കളിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഉയർച്ച ഉണ്ടാകും. താരതമ്യം ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മുടെ സുനിൽ ഛേത്രി ഇൻ്റർനാഷണൽ ലെവലിൽ ഇഷ്ടംപോലെ ഗോളുകൾ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ കൂടുതൽ. പക്ഷേ അത് ഒരു യൂറോപ്പിലാണെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ കാരണം എതിർ ടീം കളിക്കുന്ന കളിക്കാർ അത്ര ക്വാളിറ്റിയുള്ള അത്രയും ആൾക്കാർക്കിടയിലൂടെ ചെന്നൊരു ഗോൾ നേടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ ഹയർ ലെവലിലുള്ള കളിക്കാരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അവർക്ക് എതിരെ ഫൗള് ടീമിൻ്റെ സ്റ്റാറ്റിക്സ് തന്നെ ആയിരിക്കും. ഒരു കളിക്കാരനെ തന്നെ നിരന്തരമായിട്ട് ഫൗള് ചെയ്ത് പണ്ടത്തെ വേൾഡ് കപ്പിലൊക്കെ കാണാം, മറഡോണയൊക്കെ ചെയ്ത ഫൗളുകൾക്ക് കൈ കണക്കുമില്ല. ഇപ്പോൾ പിന്നീട് നമ്മുടെ ഒരു സ്പിരിറ്റ് ഓഫ് ദി ഗെയിം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള കളിക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് തന്നെ ഒരു സാധനം നമുക്കുണ്ട്, റെഫറിമാർക്ക് തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ഫൗളാണെങ്കിലൊക്കെ വിളിച്ചു കൊടുക്കണം. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ ഈ കളിക്കാർക്കൊന്നും പഴയ രീതിയിലാണെങ്കിൽ ഇത്രയും പ്രായത്തിലൊന്നും ഇവർക്കൊന്നും കളിക്കളത്തിൽ നിൽക്കാൻ പറ്റില്ല. ഒരു കാര്യം, വലിയ ആരോപണം ഉയരുന്നൊരു കാര്യം എന്ന് പറയുന്നത് കളിയെ സ്വാധീനിക്കാൻ പറ്റും, കളി അട്ടിമറിക്കാൻ കഴിയും, അല്ലെങ്കിൽ മാച്ച് ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഏതായാലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹയർ ലെവൽ മാച്ചുകൾ സിസ്റ്റം പോലെ ചെയ്ത് ഇന്ന് വരെ ഒരാൾ പോലും എൻട്രിക്ക് അങ്ങനെ ഒരു ആവശ്യത്തിന് വന്നിട്ടേ ഇല്ല. പക്ഷേ അങ്ങനെ ഒരു റെഫറി സമ്മതിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് വേൾഡ് കപ്പ് പോലുള്ള മത്സരങ്ങളിൽ അതൊന്നും അസംഭവ്യമായ കാര്യങ്ങൾ, വെറുതെ വിഡ്ഢിത്തരങ്ങൾ ആൾക്കാർ പറയുന്നതല്ലാതെ. കാരണം ഈ റെഫറിമാർ താമസിക്കുന്ന ഹോട്ടലിലേക്കൊന്നും വേറെ ആർക്കൊന്നും കയറാൻ പറ്റില്ല. അണ്ടർ 17 വേൾഡ് കപ്പ് ഇന്ത്യയിൽ നടന്നപ്പം ഈ ഇൻ്റർനാഷണൽ റെഫറിമാരോടൊപ്പം ഞങ്ങൾ 10 ദിവസം അവരുടെ സെയിം ട്രെയിനിങ്ങും എല്ലാം ഞങ്ങൾക്കും ഇന്ത്യയിലെ എല്ലാ ഫിഫ റെഫറിമാർക്കും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇത്ര പ്രൊഫഷണലായിട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ ഇന്ത്യയിലെ ഫിഫ റെഫറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫിഫ എങ്ങനെയാണ് ഫിഫ റെഫറിമാരെ ട്രീറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ അപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഒരിക്കലും ഈ മാച്ച് ഫിക്സിങ് കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ച് ആലോചിക്കുക പോലും വെറുതെ പറയുന്ന അത് നടക്കില്ല. പുരുഷ ഫുട്ബോൾ നിയന്ത്രിക്കാൻ വനിതാ റെഫറിമാരെ നിയോഗിച്ച ഒരു കാഴ്ച കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു. കഴിഞ്ഞ ലോകകപ്പിൽ സ്റ്റെഫാനി ഫ്രാപ്പറ്റിലൂടെ ഈ ലോകകപ്പിലും വനിതാക്കളെ നിയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തീരുമാനത്തെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? അല്ല, വളരെ നല്ല തീരുമാനം. കാരണം ഫിഫ അന്നത്തെ ഞങ്ങളുടെ ഒപ്പം ഫിഫ റെഫറിമാരുണ്ടായിരുന്നു, റെഫറീസ് ഉണ്ടായിരുന്നു. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മെൻ അത്ലറ്റിൻ്റെ അതേ ഫിറ്റ്നസ് ഉണ്ട് അവർക്കും കളി ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ ഈസിയായിട്ട് അവർ കളി ചെയ്യും. കാരണം നമ്മൾ വിചാരിക്കുന്ന ലെവലല്ല അവർ ചെയ്തിരിക്കുന്നത്. നമ്മൾക്കിവിടെ മാക്സിമം ഒരു ISL അപ്പുറത്തേക്ക് നമ്മളൊന്നും എത്തിയിട്ടില്ല. പക്ഷേ അവിടെ ചെയ്തിരിക്കുന്ന വനിതാ റെഫറിമാരും പുരുഷ റെഫറിമാരും എല്ലാം ചെയ്യുന്ന മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ISL-നേക്കാളും ഭയങ്കര ഹൈ ടെമ്പോയിലുള്ള കളികൾ അവർ സ്ഥിരം ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ മാച്ചസൊക്കെ സിമ്പിളായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. സാധാരണഗതി വാറില്ലാത്തൊരു അവസരത്തിൽ നിങ്ങളെടുക്കുന്ന ഡിസിഷൻ എത്രമാത്രം പ്രധാനമാണ്? അവിടെ ലൈൻ റെഫറിയുടെ റോളല്ലേ ഏറ്റവും പ്രധാനം? അസിസ്റ്റ് റെഫറിക്ക് ഒരു പക്ഷേ പൊസിഷനിലെത്തിയെങ്കിൽ മാത്രമേ ഇത് കാണാൻ പറ്റത്തുള്ളൂ. ഒരു ബോൾ പോകുന്ന സ്പീഡിൽ ഒരിക്കലും അസിസ്റ്റ് റെഫറിക്ക് ഓടിയെത്താൻ പറ്റത്തില്ല. നമ്മളൊരു മനുഷ്യനെ പറ്റുന്ന മിസ്റ്റേക്ക് അല്ലേ? അങ്ങനെ മാത്രം ഇത് കിട്ടിയില്ലെങ്കിൽ, കാണാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ മാത്രമേ ഇത് എടുക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷേ അത് റെഫറിമാർക്ക് പറ്റുമ്പോഴാണ് ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. റെഫറിമാരെ പല അവസരങ്ങളിലും ആൾക്കാർ മനുഷ്യനായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം.
പിന്നെ വാറ് വന്നതോടുകൂടി കുറച്ചുകൂടി ഈസിയായി. അത് മാത്രമല്ല ഇപ്പം ക്യാമറ വരെ ക്യാമറ, അതെ അതെ അതെ, റെഫറി വ്യൂവില്, അതെ അതെ അതെ. അപ്പം പലപ്പോഴും നമ്മൾ തന്നെ ഇപ്പം ഞങ്ങളുടെയൊക്കെ കളിയിലൊക്കെ തന്നെ പല പെനാൽറ്റികളോ പല ഇൻസിഡൻറ്റുകളോ മിസ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. നമ്മൾ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ റെഫറി ഇൻസ്ട്രക്ടർ നമ്മളെ സമ്മതിക്കുന്നത് കിട്ടിയിട്ടില്ല, നീ വളരെ അടുത്തായിരുന്നു, എന്തുകൊണ്ട് കിട്ടിയില്ല. പക്ഷേ നമ്മുടെ ആ ആംഗിൾ തെറ്റായിരുന്നായിരിക്കാം. നമ്മൾ വളരെ അടുത്തുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, കൃത്യമായിട്ട് ആംഗിളിൽ നിന്ന് നമുക്ക് വ്യൂ കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഫൗളാണോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം അപ്പോൾ റെഫറി ഇപ്പോൾ ഇത് തന്നെ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് കാഴ്ചക്കാർക്ക് കുറച്ചുകൂടി ഇമ്പ്രഷൻ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് തോന്നുന്നത്. പിന്നെ ഇതെല്ലാം കൂടെ വെച്ചായിരിക്കും ഫിഫ ഇനി അടുത്ത ഇതിൽ സ്റ്റഡി മെറ്റീരിയലായിട്ട് ഈ റെഫറിമാർക്ക് വേണ്ടി പുതിയ വീഡിയോസൊക്കെ ഇറക്കി. AFC എലൈറ്റ് പാനലിലേക്ക് എനിക്ക് എത്താൻ പറ്റിയില്ല. എത്താൻ പറ്റാത്ത കാര്യം എന്നാ വെച്ചാൽ ഞാൻ ഫിഫ റെഫറി ആകുന്ന 36ാമത്തെ വയസ്സിലാണ്. ഞാൻ ഫിഫ റെഫറി ആകുന്ന 2011. 2010 വരെ 38 വയസ്സിനുള്ളിൽ എലൈറ്റ് പാനലായാൽ മതി. അവരുടെ ടെസ്റ്റ് പാസ്സായി എലൈറ്റ് പാനൽ ആകാം. ഞാൻ പാസ്സാകുന്ന 2011 AFC ആ റൂള് മാറ്റി 35 വയസ്സുള്ളവർക്ക് പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് എലൈറ്റിലേക്ക് കയറാൻ പറ്റിയില്ല. പിന്നീടത് 40 വയസ്സാക്കി അവർ വീണ്ടും 3-4 കുറച്ച് വർഷങ്ങളിൽ 40 വയസ്സായി. അപ്പോൾ എനിക്ക് 41 വയസ്സായി. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ ഈ അതിൽ ഞാൻ ചെയ്ത ആ സാഫ് കപ്പും അങ്ങനത്തെ കുറേ കളികളിലൊക്കെ ചെയ്ത ഈ AFCയുടെ ഇൻസ്ട്രക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെപ്പോലെയുള്ള എക്സ്പീരിയൻസ് റെഫറിമാരെയാണ് AFCക്ക് വേണ്ടത്, പക്ഷേ AFCയുടെ പോളിസി ശരിയല്ലെന്ന്. അപ്പോഴും ഞാൻ പറഞ്ഞു, നമുക്ക് ലഭിക്കാത്തതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല, നമുക്ക് കിട്ടിയതിനെ പോളിഷ് ചെയ്ത് നന്നായിട്ട് കൊണ്ടുപോവുക, അതായിരുന്നു എൻ്റെ പോളിസി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ISL അല്ലെങ്കിൽ ഈ ഡെർബിയൊക്കെ ചെയ്യാനായിട്ട് ഗ്രൗണ്ടിലേക്കൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ എൻ്റെ പേര് വിളിക്കുമായിരുന്നു. ബംഗാളിലെ കൽക്കട്ടയിൽ ചെന്നാൽ എൻ്റെ പേര് അവർ വിളിക്കും. കൈവൊക്കെ പൊക്കി കാണിച്ചാൽ ഭയങ്കര ഹാപ്പി അവർ. എന്നിട്ട് എന്നോടൊപ്പം സെൽഫി എടുക്കാനും ഒരു ഓട്ടോഗ്രാഫിനൊക്കെ നിന്ന സമയമുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ഇനി ചിന്തിച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ പിള്ളേർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊരു അതൊരു ശരിക്കും പറഞ്ഞാൽ ജീവിതം അത്രേ ഉള്ളൂ. ആ സ്റ്റേജ് കഴിഞ്ഞു, ഇനി വേറെ സ്റ്റേജിലേക്കാണ്. അപ്പോൾ ഇതും നമ്മൾ എൻജോയ് ചെയ്യണം. ആകപ്പാടെ 10-70 വർഷത്തെ ജീവിതമല്ലേ ഉള്ളൂ നമുക്ക്. മാക്സിമം എൻജോയ് ചെയ്യാന്നുള്ള എൻ്റെ പോളിസി അതാണ്.